കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ദാസി സാറ മാൻഡി, കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത സഹോദരൻ എബിൻ അലക്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനവും എന്നെ അറിയിക്കുന്നു. ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 57 മുതൽ ഉള്ള വേദഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് വചനം ധ്യാനിച്ചപ്പോൾ നമ്മൾ എടുത്ത ഭാഗം. എന്നാൽ അതിനു മുമ്പ് എന്നെ വളരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം. നമ്മൾ ഈ ദൈവവചന ഭാഗങ്ങളെല്ലാം പഠിക്കുന്നു, ധ്യാനിക്കുന്നു. ഞാനും പഠിക്കുകയാണ്. ഒരുപാട് പേര് വ്യക്തിപരമായി നോട്ട് എഴുതിയെടുക്കുന്നു. ചിലരെങ്കിലും പിന്നീട് ഈ സന്ദേശം ആവർത്തിച്ച് കേൾക്കുന്നു. ഇതൊക്കെ നല്ല കാര്യമാണ്. അറിവില്ലാതെ നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകുകയില്ല. അപ്പോൾ ദൈവവചനത്തിലൂടെ നമ്മൾക്ക് അറിവ് ലഭിക്കണം. അതാണ് ദൈവവചന ശുശ്രൂഷയിൽ സംഭവിക്കേണ്ടത്. എന്നാൽ അറിവിന്റെ മേഖലയിൽ മാത്രം നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ അറിവ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റണം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. ഇല്ലെങ്കിൽ കേവല അറിവ് മാത്രം, നോളജ് മാത്രം ആണെങ്കിൽ നമ്മളെ അത് പഫ്ഡപ്പ് ആക്കും, അത്രയേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നു, അപ്പം മറ്റു ചിലർക്ക് അത് അറിയത്തില്ല. അപ്പം നമ്മൾ അവരെ ഇല്ലാതെ ഇരിക്കുന്നവർ എന്ന് നമ്മൾ ധരിക്കുന്ന കുറെ ആളെ നമുക്ക് ഭ്രമിപ്പിക്കാം. നമ്മുടെ ജീവിതം തന്നെ മാറണം. വിച്ച് ഈസ് ഓൺലി പോസിബിൾ ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്തൃദാസി ഇവിടെ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫോളോ, അനുഗമിക്കുക എന്നുള്ള വാക്കാണ് പ്രധാന വാക്ക്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പഠിപ്പിച്ചതും യേശുവിൻ്റെ ജീവിത ശൈലിയും നമ്മുടെ ജീവിതത്തിലേക്ക് കോപ്പി ചെയ്യുക. അപ്പൊ ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഞാൻ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്ന നിലയിൽ ഞാൻ തന്നെ അതിശയിക്കാറുണ്ട്. ഇത്രയും വചനം മനസ്സിലാക്കിയവരുടെ കുടുംബജീവിതം, മക്കൾ മാതാപിതാക്കളുടെ ജീവിതം, അയൽവാസികളുമായിട്ടുള്ള ജീവിതം, സഭയിലെ വിശ്വാസികൾ തമ്മിലുള്ള ജീവിതം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അവർക്ക് വേണേൽ ഫോളോ എന്ന വാക്കുകൊണ്ടൊരു പ്രഭാഷണം നടത്താനുള്ള അറിവുണ്ട്. ഇത് ദൈവമക്കൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളൊരു സ്വയ വഞ്ചനയിലായി പോകും പ്രിയരെ. ഞാനിത് പലരുമായി വ്യക്തിപരമായി സംസാരിക്കുകയും ഇന്ററാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പൊ ഈ ഉപദേശത്തിന്റെ ഉദ്ദേശം ഇത് പ്രാക്ടിക്കലാകണം. പ്രമാണിക്കാൻ തക്കവണ്ണമാണ് ഉപദേശിക്കേണ്ടത്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് ആവശ്യമാണ്. ഇത്രയും ഞാൻ പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. നിങ്ങൾ പലരും ആവേശത്തോടെ ഈ ശിക്ഷത്വ പാഠങ്ങൾ പഠിക്കുന്നവർ കണ്ടേക്കാം, ശ്രദ്ധിക്കുന്നവർ കണ്ടേക്കാം. ഇത് പുതിയ നിയമം നമുക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ്, കർത്താവിന്റെ കൽപ്പനയാണ്.
ഓപ്ഷൻസ് ഒന്നുമില്ല. ഓൾ ആർ കോൾഡ് ടു ബി ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. അപ്പൊ അതിൻ്റെ ആരംഭപടിയാണ് ദൈവവചനം മനസ്സിലാക്കുക, യേശുവിൻ്റെ ജീവിത ശൈലി മനസ്സിലാക്കുക, ഉപദേശങ്ങൾ മനസ്സിലാക്കുക. 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആ പഠനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് വരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ സ്കോളേഴ്സ് ആകാം, അത്രയേ ഉള്ളൂ. അത് തെറ്റല്ല. നോളജ് ഈസ് ഗുഡ്, ബട്ട് നോളജ് മസ്റ്റ് ലീഡ് us to a transformed life. അപ്പൊ ലൂക്കോസ് 9-ാം അധ്യായം ഞാൻ പറഞ്ഞല്ലോ, അതൊരു ട്രാൻസിഷനാണ്. 9:51 വരുമ്പോൾ ജീസസ് സെറ്റ് ഹിസ് ഫേസ് ടുവേർഡ്സ് ജെറുസലേം. അത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് 52 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആ യാത്രയിൽ ശമരിയക്കാര് കർത്താവിനെ തിരസ്കരിക്കുന്നു. അത് നമ്മൾ കണ്ടു. അതിനുശേഷം 57 മുതൽ 62 വരെയുള്ള വേദഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങി വെച്ചത്. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ ഈ 57 മുതൽ 62 വരെയുള്ള വേദഭാഗങ്ങളിൽ കർത്താവ് 3 വ്യക്തികളുമായി ഇന്ററാക്ട് ചെയ്യുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. യെരുശലേമിലേക്ക് കർത്താവ് പോവുകയാണ്. ആ പോകുന്ന വഴി ഈ 3 വ്യക്തികൾ അവരുമായിട്ടുള്ള ഇന്ററാക്ഷനാണ്. ഈ 3 വ്യക്തികളുമായിട്ട് ഉള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ ബ്രീഫായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. 51-ാം വാക്യത്തിൽ യെരുശലേമിലേക്ക് പോയി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമാകുവാൻ ക്രൂശിക്കപ്പെടുവാൻ പോകുന്ന യേശുവിൻ്റെ ദൃഢനിശ്ചയത്തിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഈ 3 പേര്. അവരുടെ സമർപ്പണം അതുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. കർത്താവിൻ്റെ സമർപ്പണമായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഇവരുടെ സമർപ്പണം വളരെ ബലഹീനമാണ് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ ലാസ്റ്റ് സെക്ഷൻ, ക്രിസ്തീയ ശിഷ്യത്വം പൂർണ്ണ ഹൃദയത്തോടെ ആവണം എന്ന വിലപ്പെട്ട ആശയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ശിഷ്യത്വത്തിന്റെ കോർ മെസ്സേജ് നമ്മൾ ചിന്തിച്ചതാണ്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് വേണം നമ്മൾ ഈ പാഠത്തെ ഉൾക്കൊള്ളുവാൻ. ആ പറഞ്ഞ കണ്ടീഷൻസ്, കോസ്റ്റ് വിവരിക്കുന്ന ഒരു വേദഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പല ആളുകളെയും ക്രിസ്തീയ ശിഷ്യത്വത്തിൽ മുന്നോട്ട് വിടാതെ വണ്ണം അവരെ തടയുന്ന 3 ഹിൻഡ്രൻസുകൾ, തടസ്സങ്ങൾ. ഒന്നാമത്തെ ആളിൽ സുഖസൗകര്യങ്ങൾക്കുള്ള അയാളുടെ ആഗ്രഹം, അത് തടസ്സമായി മാറി. രണ്ടാമത്തെ ആളിന് സാമ്പത്തികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് കർത്താവിനെ അനുഗമിക്കുവാൻ അദ്ദേഹത്തിന് കഴിയാതെ വരുന്നത്. മൂന്നാമത്തെ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങളെ ക്രിസ്തുവിനേക്കാൾ ഉപരിയായി അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ തടസ്സം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഈ 57 മുതലുള്ള വാക്യങ്ങളിൽ 3 തവണ അനുഗമനം എന്നുള്ള പദപ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. 57, 59, 61 ഈ വചനങ്ങളിൽ ഫോളോ എന്ന വാക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. കർത്താവ് റിപ്പീറ്റഡ് ആയിട്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ ഉടനീളെ ആളുകളെ കർത്താവിനെ അനുഗമിക്കുവാനായി ക്ഷണിച്ചിരുന്നു.
ഇവിടെയും നമ്മൾക്ക് ആ വാക്കാണ് പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്. 57, 58 വചനങ്ങൾ നമ്മൾ ഓൾറെഡി ചിന്തിച്ചതാണെങ്കിലും അത് ഒന്ന് സൂചിപ്പിച്ചിട്ട് അടുത്ത വചനങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. 57 വാക്യം, അവർ വഴി പോകുമ്പോൾ, അതായത് they are on their way to ജെറുസലേം, ഒരുത്തൻ അവനോട്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരുത്തൻ ഒരു ശാസ്ത്രിയാണ്. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, അവർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവും അവിടുത്തെ ശിഷ്യന്മാരും. വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഓൺ പേപ്പർ അദ്ദേഹത്തിന്റെ സമർപ്പണം അപാര സമർപ്പണമാണ്. കുറഞ്ഞ പക്ഷം എവിടെ പോയാലും അനുഗമിക്കണമെന്നുള്ള ആശയം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അനുഗമനത്തിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്നതാണ് കർത്താവിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. wherever you go. അപ്പൊ അത് ആ വാക്കുകളിൽ അന്തർലീനമായി കിടക്കുന്ന ആശയം പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റാൻ തയ്യാറാണെന്നാണ്. ഇനി എന്നാ വില കൊടുക്കേണ്ടി വന്നാൽ അത്ര സമർപ്പണമാണ് ആ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 58 വാക്യത്തിൽ കർത്താവിന്റെ മറുപടിയിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറയുന്നത്, സഹോദര, നിനക്ക് എന്നെ അനുഗമിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെയല്ല. കർത്താവ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്: ഈ എവിടെ പോയാലും വരാമെന്ന് പറയുന്ന നിനക്ക് വില കൊടുക്കാനുള്ള സമർപ്പണമുണ്ടോ? അല്ലെങ്കിൽ വിലയെക്കുറിച്ച് അവന് ബോധ്യം വരുത്തുന്ന വാക്കാണ് ഈ 58 വാക്യം. അപ്പൊ ഈ ചോദിച്ച ശാസ്ത്രി, അല്ലെങ്കിൽ സമർപ്പണമുണ്ടെന്ന് പറയുന്ന ഈ ശാസ്ത്രിക്ക് വേണ്ടവണ്ണം സമർപ്പണം ഇല്ല എന്നതാണ് നമുക്ക് ഈ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ശേഷം നമ്മൾ ഈ ശാസ്ത്രിയെ പിന്നെ കാണുന്നില്ല. കർത്താവ് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് വിശദീകരിച്ച് കഴിഞ്ഞ് അവൻ ഈ കാണിച്ച ആവേശമൊന്നും പിന്നെ കാണുന്നില്ല. അവനെ പിന്നെ അവിടെ കാണുന്നതേയില്ല. പലർക്കും പല കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാനുണ്ട് എങ്കിലും വ്യക്തിപരമായി എൻ്റെ ചിന്ത, അവൻ പിന്നീട് കർത്താവിനെ അനുഗമിച്ച് കാണുകയില്ല എന്നതാണ്. അപ്പൊ മനുഷ്യപുത്രന് തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട മറുപടിയിലെ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ശാസ്ത്രിയുടെ സമർപ്പണമൊക്കെ ഓൺ പേപ്പർ കൊള്ളാം, പക്ഷെ കർത്താവിനെ അനുഗമിക്കുന്നത്, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഇറ്റ് ക്യാൻ ബി എ ഹോംലെസ് എക്സ്പീരിയൻസ്. എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഭൗതികമായി നേടാനാണ് ഇറങ്ങിയതെങ്കിൽ യു കനോട്ട് ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. അപ്പൊ ഞാനത് കുറച്ചുകൂടെ പറയാം. അപ്പൊ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചപ്പോൾ ഇത് വിശദീകരിച്ചാണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ തലചായ്പാൻ ഇടമില്ല, അല്ലെങ്കിൽ കർത്താവിന് ഒരു പ്ലേസ് ഓഫ് സ്റ്റേ, സ്വന്തമെന്ന് വിളിക്കത്തക്കവണ്ണമുള്ളതില്ല. ബേത്ലഹേം മുതൽ നമുക്ക് ഗെത്സമന വരെ, അല്ലെങ്കിൽ ടൂമ്പ് പോലും, അരിമേത്യയിലെ ജോസഫിന്റെ ടൂമ്പ് പോലും സ്വന്തമല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഈ ഹോം എന്നുള്ള വിഷയത്തിൽ, തലചായ്പാനുള്ള ഒരു ഇടം എന്ന വിഷയത്തിൽ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്ന്, നമ്മുടെ വീടിലാണ് നമുക്ക് അംഗീകാരമുള്ളത്. 2, വീട്ടിലാണ് വാസ്തവത്തിൽ നമുക്ക് ഒരാശ്വാസമുള്ളത്. അപ്പൊ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുന്ന ആളിന് ഇത് രണ്ടും മാനുഷിക തലത്തിൽ ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ നമ്മൾ കണ്ടു 51 വാക്യത്തിൽ കർത്താവിന്റെ സമർപ്പണം, 52 മുതൽ 56 വരെയുള്ള വാക്യത്തിൽ തന്നെ
യെരുശലേമിലേക്ക് പോകുന്ന കർത്താവിന്റെ സംഘത്തെയും അവര് റിജക്റ്റ് ചെയ്യാണ്, കർത്താവിനെ റിജക്റ്റ് ചെയ്യാണ്. അപ്പൊ ജീസസ് എടുക്കുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് റിജക്ഷൻ. ആ കാര്യം വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അംഗീകാരത്തിന്റെ സ്ഥലമാണ് ഒരു വീട്, എ പ്ലേസ് ഓഫ് സ്റ്റേ. പക്ഷെ യേശുവിനെ ഞാൻ അനുഗമിച്ചാൽ എനിക്ക് എല്ലായിടത്തും അംഗീകാരം കിട്ടും എന്ന് ചിന്തിക്കരുത്. ശാസ്ത്രി നോക്കിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പുരുഷാരമെല്ലാം കർത്താവിന്റെ പുറകെ പോകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ ജീസസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ടയാള്. ഞാനിവിടെ ഈ വേദപുസ്തകം കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഏതായാലും പുറകെ പോയാൽ എന്താ കുറച്ചുകൂടൊക്കെ നമുക്കൊരു അറിയപ്പെട്ടയാളായി ഒക്കെ വരാമെന്ന് ചിന്തിച്ചതാണെന്നിരിക്കട്ടെ, നടക്കത്തില്ല. ഇത് യഥാർത്ഥമായ ശിഷ്യത്വം ആണെങ്കിൽ യു വിൽ ബി റിജക്റ്റഡ് by people who are close to you and people to whom you minister. നസ്രയത്തുകാര് സ്വന്തക്കാരല്ലേ? ഇനി കർത്താവിന്റെ ഹാഫ് ബ്രദേഴ്സ്. See, his life was full of rejections. അതിന് ഏറ്റവും നല്ലത് ജോൺ 1:10-11 അങ്ങ് വായിച്ച് ഞാൻ ആ ഭാഗം വിടാം. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്ന, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുപോലെ തന്നെ ലക്ഷറിയും കംഫർട്ടുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നോ, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. ഇന്ന് ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സുവിശേഷത്തിന് ഘട്ടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ സുവിശേഷം. സുവിശേഷ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് പഠിക്കുക, ആ മെസ്സേജ് പഠിക്കുക, ആ ശൈലി പഠിക്കുക എന്നതാണ് എനിക്ക് ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി ദൈവമക്കളായ നിങ്ങളോട് പറയുവാൻ ഉള്ളത്. നമുക്ക് ആവേശം വരുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വേറൊരു കാര്യം പറയാം. ഈ ഭൗതിക കാര്യമൊന്നും ഉദ്ദേശിച്ചല്ല കർത്താവിന്റെ പുറകെ വരേണ്ടത്. പക്ഷെ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ പ്രവൃത്തി, യേശു എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി ഒരുവൻ സമർപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ വരികയാണെങ്കിൽ, അതായത് മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയാണെങ്കിൽ അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കർത്താവ് മീറ്റ് ചെയ്യും. ഉണ്മാനുള്ളതും കുടിക്കാനുള്ളതും ധരിക്കാനുള്ളതും ഒക്കെ അവന് ലഭിക്കും. വരുന്നത് അതിനു വേണ്ടിയല്ല, വരുന്നത് ഫോർ ദ പേഴ്സൺ ഓഫ് ജീസസ്, ടു ഫോളോ ജീസസ്, ടു പ്ലീസ് ഗോഡ്, ടു വാക്ക് behind Jesus on the same narrow way, to copy his lifestyle. ഈ ആശയത്തിലാണ് വരുന്നതെങ്കിൽ ക്രീഡ് അല്ല കിട്ടുന്നത്, നീഡ് കർത്താവ് തരും. അതിനകത്ത് സംശയമൊന്നുമില്ല. കർത്താവ് ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു, ഇതിനൊന്നും ആർക്കും തർക്കം ഇല്ല. പക്ഷെ ശാസ്ത്രി ചിന്തിച്ചത് മറ്റൊരു ചിന്തയാകാൻ അനുസാധ്യത. അത് എനിക്ക് മനസ്സിലാകുന്നത് കർത്താവ് പറഞ്ഞ ഈ മറുപടിയിൽ നിന്ന്. അപ്പൊ നമ്മൾ ആരും കർത്താവിനെ അനുഗമിക്കേണ്ടത് ഫിസിക്കലോ മെറ്റീരിയലോ ആകുന്ന കുറെ ബെനിഫിറ്റ്സുകൾക്ക് വേണ്ടി, സെൽഫിഷ് റീസൺസിന് വേണ്ടിയല്ല. ഫോളോയിങ് ക്രൈസ്റ്റ് ബിക്കോസ് ഹി ഈസ് ദ ലോർഡ് ഓഫ് അവർ ലൈഫ്സ്, ഹി ഈസ് ദി ഓൺലി സേവിയർ. ആ ജീവിത ശൈലിയാണ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം. അപ്പം കൗണ്ട് ദ കോസ്റ്റ്. എന്താണ് പലർക്കും ഹിൻഡ്രൻസ് ഇൻ ഫോളോയിങ്? ഞാൻ നോട്ട് എഴുതിയെടുക്കാം, പക്ഷേ എന്താ ആളുകളുടെ തിരസ്കരണം, പിന്നെ കംഫർട്ട് ആൻഡ് ലക്ഷറി, ഒന്നുമില്ല. എന്നാൽ നോട്ട് എഴുതിയെടുക്കാം. നോ, നമ്മളെ കർത്താവ് വിളിക്കുന്നത് അവിടുത്തെ ശിഷ്യനാകാനാണ്. ലോകം യേശുവിനെ തിരസ്കരിച്ചെങ്കിൽ ഉറപ്പല്ലേ ആ നോട്ടിന്റെ കൂട്ടത്തിൽ എഴുതിയിട്ടോ എന്നെയും തിരസ്കരിക്കും. പക്ഷേ
ശ്രദ്ധിച്ചിനിയും കേൾക്കണം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഈ തിരസ്കരണം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. അതെന്തുവാ? ഞാൻ ആരാന്നറിയത്തില്ലയോ എന്ന് പറഞ്ഞ് വലിയ ബഹളമാ. പിന്നെ അതെന്താ കാര്യം? നോട്ടിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഈ യു റിയലി ഡിഡ് നോട്ട് കൗണ്ട് ദ കോസ്റ്റ്. ഇതല്ല പ്രതീക്ഷിച്ചത്, അല്ലേ? ദാറ്റ് ഈസ് മൈ പോയിന്റ്. നോട്ട് എഴുതുന്നത് ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. റിപ്പീറ്റഡ് ആയിട്ട് ഒരു വീഡിയോ കാണുന്നത് ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷേ തിരസ്കരണം യഥാർത്ഥമായി വരുമ്പോൾ അത് യേശുവിൻ്റെ കാൽച്ചുവട് ഞാൻ പിൻപറ്റുന്നത് നിമിത്തമാണ്. ലോകത്തിന് എന്നെ അറിയത്തില്ല, ലോകത്തിന് എന്നെ വിളിച്ച കർത്താവിനെ അറിയത്തില്ല, ഇതിനപ്പുറത്തൊന്നും ഞാൻ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി ക്രിസ്തു പ്രതികരിച്ചതുപോലെ പ്രതികരിക്കാനുള്ള ദൈവകൃപയാണ് നമുക്ക് വേണ്ടത്. ഇതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. The Holy Spirit, the Spirit of Christ living in us. കൺട്രോൾ ചെയ്യാൻ നമ്മളെ തന്നെ ഈൽഡ് ചെയ്യണം. ചുട്ട ഒരു കാര്യം ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ചുട്ട മറുപടി പറയുമേ വേണ്ട, ചുടണ്ട. അത് ക്രിസ്തുവിന്റെ നിന്ന ഒരു വലിയ നിക്ഷേപമായിട്ട് എണ്ണി. ഓക്കെ, ക്രിസ്തുവിന് വേണ്ടിയാ, കയ്യിലിരിപ്പ് നിമിത്തമല്ലേ. Because of the name of Jesus Christ, we will be rejected. We will be denied a lot of comforts and luxuries. Oh, but I got Christ, brother. I got Christ. അതാണ് വലുത്. The person of Jesus Christ. ആവേശം നല്ലതാ. ഞാൻ കൈ പൊക്കിയിരിക്കുന്നു ഇന്നു മുതൽ. ഇന്നു മുതലൊക്കെ നല്ലതാ. Did you count the cost? ഇദ്ദേഹം പരസ്യമായിട്ട് വന്ന് പറയാൻ, അങ്ങ് എവിടെ പോയാലും ഞാൻ അനുഗമിക്കാമെന്ന്. നാട്ടിലെ ആളുകൾക്ക് അറിയാവുന്ന ആളാണ് ശാസ്ത്രിമാര്. പണ്ഡിതൻ പബ്ലിക്കായിട്ട് വന്ന് പറയാ, ഐ ആം റെഡി ടു ഫോളോ യു. നമ്മൾ ഇതൊന്ന് കൂട്ടി വായിച്ച്, ശമരിയക്കാരൊക്കെ റിജക്റ്റ് ചെയ്തെങ്കിലും റിജക്റ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ആകട്ടെ അച്ചാനിങ്ങോട്ട് മുന്നോട്ട് വന്നത്. അച്ചാനോട് കോസ്റ്റ് പറഞ്ഞപ്പം പിന്നെ അച്ചാനെ സഭായോഗത്തിന് കാണുന്നില്ല, അല്ലേ? സ്തോത്രം. അതുകൊണ്ട് ആന്റിമാരെ, അങ്കിളുമാരെ, ഇത് ശരിക്കും മനസ്സിലാക്കാൻ നോട്ടെഴുത്ത് നല്ലതാണ്. ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിനെ കൺട്രോൾ ചെയ്യണം. ഡോണ്ട് യു ബി ഡിസീവ്ഡ് ബൈ ഓൾ ദോസ് പീപ്പിൾ ഔട്ട് ദേർ പ്രൊക്ലെയിമിങ് അനദർ ഗോസ്പൽ. ഇല്ലില്ല, നീ കർത്താവിന്റെ അടുക്കൽ വന്ന നീ ഒരു സംഭവമാകും, നിന്റെ പിള്ളേരെല്ലാം സംഭവമാകും. യേശു ഇതല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതെത്ര പറഞ്ഞാലും നമ്മുടെ ആ സിസ്റ്റത്തിൽ നിന്ന് അത് പാകാൻ ഭയങ്കര പാടാണ്. ഇതൊരു 40 വർഷമായി ഇത് ഡ്രില്ല് ചെയ്ത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ എന്താ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തിരിക്കുക. ഒന്ന് ഡിലീറ്റ് ചെയ്യേ, ഇതൊക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്യേ, എന്നിട്ട് ഈ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാൻ. ദിസ് ഇസ് ദ വേ ഓഫ് ഇറ്റേണൽ ലൈഫ്. ദിസ് ഇസ് ദ നാരോ വേ. This is the way of taking up one's cross and following Jesus Christ. Okay. 59-ാം വാക്യം. വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറെ അവൻ. ആദ്യത്തെ പുള്ളി ഇങ്ങോട്ട് വോളണ്ടറി ആയിരുന്നു. ഈ ആളിനെ കർത്താവ് അങ്ങോട്ട് വിളിക്കുക. വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറെ അവൻ. ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്. അപ്പൊ ഇത് രണ്ടാമത്തെ ഇൻസിഡന്റാണ്. ആദ്യത്തേത് കഴിഞ്ഞ ഉടൻ തന്നെ നടക്കുന്ന സംഭവമായിട്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറ് ഒരു പക്ഷെങ്കിൽ ഈ ആദ്യത്തെ ആളുമായിട്ടുള്ള കർത്താവിന്റെ സംഭാഷണത്തെ ഈ മനുഷ്യനും കേട്ടിട്ടുണ്ടാവും. കർത്താവ് ഇവനെയും ചലഞ്ച് ചെയ്യാണ്, എന്നെ അനുഗമിക്കുക. മത്തായി 8:21 ഈ മനുഷ്യനെ ശിഷ്യന്മാരിൽ വേറൊരുത്തൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഈ ശിഷ്യൻ എന്ന പദപ്രയോഗം ചില ഇടങ്ങളിൽ
എഴുതിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം, അവൻ ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഇത് ശിഷ്യനാണ് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഉദാഹരണം യോഹന്നാൻ 6:66 ഈ ശിഷ്യൻ എഴുതിയിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കർത്താവിനെ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ട ആളാകണമെന്നില്ല. യോഹന്നാൻ 6 2-ാം ദിവസവും അപ്പം കഴിക്കാൻ വന്ന സകല ആളുകളും കർത്താവിനെ വിട്ടുപോയവരുടെ കൂട്ടത്തിലുണ്ട് ഈ ശിഷ്യൻ. എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഫുള്ളി കമ്മിറ്റഡ്, ദേ ആർ നോട്ട് ഫുള്ളി സറണ്ടേഡ്. ത്രിൽ സീക്കേഴ്സ് ആയിട്ട് കൂടുണ്ട്. ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ലെറ്റ് us say എക്സ്റ്റേണലി ഫോളോയിങ്. അങ്ങനെ ഉള്ള ആളാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ പറയാ ഞാൻ മുൻപേ പോയി. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ, അത് പിന്നെ ആവർത്തിക്കുന്നുണ്ട്. ഈ മുൻപേ ഫസ്റ്റ്, അവിടെയാണ് ഈ മനുഷ്യന്റെ മുൻഗണന വെളിപ്പെട്ട് വരുന്നത്, പ്രയോറിറ്റി. ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഇപ്പൊ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കുടുംബത്തോടുള്ള പ്രതിബദ്ധതയെ മാനിക്കാൻ ഈ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഞാന് പിന്നാലെ വരത്തില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ മുൻപേ എന്താ? മുൻപേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ശരിക്കും ഇതൊന്ന് ചിന്തിച്ചാൽ ഈ മനുഷ്യൻ പറയുന്നത് ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യമല്ലേ? എടാ, അപ്പനെ ഒന്ന് കുഴിച്ചിടണം, അതിനകത്ത് ഇപ്പൊ എന്താ തടസ്സം? അപ്പൊ ഇവിടെ നമ്മള് ഇവരുടെ കൾച്ചർ മനസ്സിലാക്കണം, എങ്കിലേ നമുക്ക് ഈ കാര്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. യഹൂദന്മാരുടെ ആ സംസ്കാരത്തില് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ 24 മണിക്കൂറിനകം അവരടക്കും. നമുക്കറിയാമല്ലോ ലാസറിന്റെ കാര്യം. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തില് അനന്യ സഫീറ. ഇന്നത്തെ പോലെ ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്ന് പറഞ്ഞാല് ഇന്ന് നമുക്ക് എന്താ ഇതിനകത്ത് മോർച്ചറിയിലൊക്കെ കൊണ്ട് വെച്ചില്ലെങ്കിൽ അതൊരു മാനക്കേട് പോലെ. എത്ര ദിവസം മോർച്ചറിയിൽ ഉണ്ടായിരുന്നു. കാരണം ദേശത്തുനിന്നും വിദേശത്തുനിന്നും എല്ലാവരും വരണ്ടേ. ഇപ്പൊ അവർക്ക് അങ്ങനല്ല. അവരുടെ സംസ്കാരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുക, ബറിയല് നടക്കണം. അപ്പം നമ്മൾ ഇത് ആദ്യം വായിക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് ഈ സംഭാഷണം നടക്കുന്ന സമയത്ത് അപ്പച്ചൻ ഇതാ മരിച്ചിരിക്കുന്നു, സംഭാഷണം നടക്കുന്നു. സംഭാഷണം ബറിയലിനെ കുറിച്ചാ. അപ്പൊ ബറിയലിനും മരണത്തിന് ഇടയ്ക്ക് നടന്ന സംഭവമാണ് കർത്താവുമായിട്ടുള്ള ഈ സംഭാഷണമെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ അത് 24 മണിക്കൂറിനകം അടക്കണമെന്ന് മാത്രമല്ല, ഈ മരിച്ച വീട്ടിൽ ഡെഡ് ബോഡിയോട് ചേർന്നാണ് കുടുംബാംഗങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങനെ ഒരു സമ്പ്രദായം അവിടെയുള്ളത്. അപ്പച്ചൻ മരിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഈ മകൻ വീട് വിട്ട്, സാഹചര്യം വിട്ട്, കർത്താവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാതയിൽ വരാൻ യാതൊരു സാധ്യതയും ഇല്ല. കാരണം മോർണിംഗ് പീരീഡ് തന്നെ ഒരു 10 ദിവസമുണ്ട്. അന്ന് തന്നെ അടക്കണം. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം വന്നിരിക്കുകയാണ്. അപ്പോഴൊരു ഒരാൾ പോവാ, ഇല്ല നമുക്ക് അവിടെ ഒരു സംഭാഷണത്തിൽ ലെറ്റ് മീ ബി പാർട്ട് ഓഫ് ദ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ നമ്മൾ ഇതിനെ കണ്ടാൽ ഈ മനുഷ്യൻ ഇപ്പോൾ ഈ പറയുന്നത് അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കുമല്ലോ,
അതുവരെ എനിക്കിവിടെ നിൽക്കാനുള്ള ഒരു പീരിയഡാണ് ചോദിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ് ഞാൻ വരാം, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഐ വിൽ ഫോളോ യു. ഐ എം നോട്ട് സെയിങ് ഐ എം നോട്ട് ഗോയിങ് ടു ഫോളോ യു. പക്ഷേ അപ്പൊ പപ്പ മരിച്ചു? അല്ല, മരിച്ചില്ല, മരിക്കുകയല്ലേ അല്ലേ. മരിക്കുമ്പോൾ there are many things I have to do. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ യഹൂദന്മാർക്ക് മരിച്ചവരെ അടക്കുക എന്നുള്ളത് ഒരു റിലീജിയസ് ഡ്യൂട്ടിയാണ്. എല്ലാറ്റിനും മേൽ മുൻഗണന കൊടുക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ദുഃഖകരമായ കാര്യമെന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കാൾ ഈ മനുഷ്യന് മുൻഗണന ഇപ്പോൾ പപ്പ മരിക്കണം, പപ്പായെ അടക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് നമ്മൾ ചോദിക്കണം, നമ്മുടെ പ്രയോറിറ്റി എന്താണ്? ഒരുപാട് ആളുകൾക്ക് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള നിത്യമായ വ്യക്തിപരമായ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ, അല്ലാതെ നിൽക്കട്ടെ, നിങ്ങൾ പറയുന്ന എല്ലാം മനസ്സിലായി. എനിക്ക് വലിയ ആഗ്രഹമാണ് മോടെ കല്യാണം ഒന്ന് കഴിച്ചോണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാ. ഞാനിത് ഹൃദയമാ കർത്താവ് നോക്കുന്ന ഹൃദയം, ഞാനല്ലാതെ അനുഗമിക്കത്തില്ലെന്നോ നിങ്ങൾ പറഞ്ഞ പ്രസംഗം തെറ്റാണെന്നോ ഒന്നും. ഇതാണ് ചിലരുടെ ന്യായം. ആന്റി, സ്നാനപ്പെടുന്നത് എന്താ? ഹൃദയത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ്, പിള്ളേരുടെയൊക്കെ കാര്യം ഒന്ന് ഇതാകട്ടെ. അല്ലേലോ, അയ്യോ അല്ലേ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കും, പിന്നെ അത് നാണം കേടാണ്. സ്തോത്രം, മനസ്സിലായോ? സമർപ്പണം ഉണ്ടെന്നാ പറയുന്നത്. യേശു നേരിട്ട് വിളിച്ചിട്ട് പോലും നിൽക്കുക, താളം ചവിട്ടി. റീസണബിൾ കാര്യമാ പറയുന്നത്, റീസണബിൾ കാര്യമാ. പപ്പായെ കുഴിച്ചിടണം. എടാ, പപ്പ മരിച്ചോടാ? അയ്യോ മരിച്ചെന്നല്ല പറയുന്നത്, മരിക്കും. കണ്ടോ കാര്യങ്ങളുടെ പോക്ക്? ഇതല്ലേ ഇന്നത്തെ തടസ്സം. ഇപ്പൊ ഇതിനകത്ത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നല്ല ചൊവ്വിന് കേൾക്കണം. ശിഷ്യനാകാൻ കൊള്ളത്തില്ല, പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു തരിക. മനസ്സിലായോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഫാമിലി കൺസിഡറേഷൻസ്. യേശുവിന്റെ വിളി കേട്ട് പിന്നാലെ പോകാൻ തടസ്സമായി നിൽക്കുന്ന ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ സമർപ്പിക്കു പ്രിയരെ. ആരാ വിളിക്കുന്നത്? വിളിച്ച ആളിനെ മനസ്സിലായിട്ടുണ്ടോ? ഈ ബന്ധങ്ങളെല്ലാം താൽക്കാലികമാണ്. എൻറ്റർ ഇൻ ടു ആൻ ഇറ്റേണൽ റിലേഷൻഷിപ്പ് with Jesus, our Lord and Savior. അവ യഹൂദന്മാരുടെ സംസ്കാരം ഇങ്ങനെയാണ്. അവർക്ക് ഡിലേ വരും, അവർക്ക് മോർണിംഗ് പീരീഡ് ഉണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ അത് 10 ദിവസമുണ്ട്. അപ്പൊ ഇപ്പോൾ അപ്പൻ മരിച്ചിട്ടില്ല. ഇനി കർത്താവങ്ങ് അനുവദിക്കുകയായിരുന്നെങ്കിലോ, ശരിയാ അപ്പൊ എന്ന് മരിക്കുമെന്ന് അറിയത്തില്ല. ചില ആഴ്ചകൾ കഴിഞ്ഞാണോ, മാസങ്ങൾ കഴിഞ്ഞാണോ, വർഷങ്ങൾ വിടോ. അപ്പോഴത്തേക്കൊക്കെ ശിഷ്യത്വത്തിന്റെ ചൂടും ഒക്കെ പോവും, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിന്റെ ചൂടും ഒക്കെ പോവും. അല്ലെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഒന്ന് പറഞ്ഞേ, ആദ്യം ചില സത്യങ്ങൾ മനസ്സിലായപ്പോ എന്തൊരു തിളപ്പായിരുന്നല്ലേ. ഞാൻ ഇത് ചെന്ന് പറയും, എനിക്ക് ഐ റിയലി വാണ്ട് ടു പുട്ട് മൈ സ്റ്റെപ്പ് ഫോർവേഡ്, എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്നു. പക്ഷേ അല്ല വരട്ടെ, നമ്മൾ അങ്ങനെ എടുത്തിയാടല്ലോ. കണ്ടോ, തന്നെത്താനൊന്ന് ബലപ്പെടുത്തി. പിന്നീട് ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തീ കെട്ടുപോയി, കൂൾ ഡൗൺ ആയി. സ്തോത്രം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല പ്രിയരെ, ഞാനൊരു ചിന്ത വെക്കുക. പപ്പ മരിച്ചാല് നടക്കൂടാ, നിനക്കെന്നെ ഇപ്പൊ ഒരു വെപ്രാളം. അത് ഞങ്ങൾക്ക് ഇച്ചിരി സ്വത്തും പുത്തനും ഒക്കെ ഉള്ളവരാ. ഇത് എനിക്ക് കിട്ടേണ്ട ഒരു ഷെയർ ഉണ്ട്.
ഇതെല്ലാം കൂടെ മേടിച്ച് എല്ലാം കൃത്യമായിട്ട് സ്തോത്രം ദൈവമേ എന്ന് പറഞ്ഞു വേണം എനിക്ക് ഇറങ്ങാൻ. കണ്ടോ, ഇതുമാകാൻ അല്ലെ പിന്നെ ഇവൻ ഇത്ര പപ്പ മരിച്ചിട്ടില്ലേ, പപ്പ മരിച്ച് അടക്കിയിട്ട് മതി. അപ്പൊ അതിനകത്ത് എന്തോ ഒരു സംഭവം കാണാൻ സാധ്യതയുണ്ട്. എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടില്ല. അവരുടെ രീതി അനുസരിച്ച് ഈ മോർണിംഗ് പീരീഡ് കഴിഞ്ഞ് ഈ പപ്പ എഴുതി വെച്ചിരിക്കുന്ന, അപ്പൻ എഴുതി വെച്ചിരിക്കുന്ന ഈ അദ്ദേഹത്തിന്റെ ആഗ്രഹം, നമ്മൾ ഈ വില്ലെന്നൊക്കെ പറയുന്നത് വായിക്കും. അത് കഴിഞ്ഞിട്ടാണ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. മാത്രമല്ല പപ്പ വിട്ടേച്ചു പോയ അമ്മച്ചി ഉണ്ടെങ്കിൽ അമ്മച്ചിയുടെ ക്രമീകരണം നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യം. അല്ല, നമ്മളെ ബുദ്ധിയോടെ നിൽക്കണമല്ലോ. ഉണ്ടോ? എന്ത് നഷ്ടപ്പെടും? അല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകാം. മാത്രമല്ല യെരുശലേമിലേക്ക് പോവാ. കൂടുള്ള പുള്ളികളെയൊക്കെ കണ്ടിട്ട് ഒന്നും ഇല്ലാത്തവരെ പോലെ തോന്നും. എനിക്കാന്നേൽ ഇച്ചിരി ഉള്ള ഒരു പുള്ളിയാ ആയിരിക്കാം. നോട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ there, but it is a possibility. It is a possibility. Comforts of life ഇതൊക്കെ ആഗ്രഹിച്ച് കാണും. പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ ആള് സമ്പത്തിനായുള്ള അയാളുടെ ആഗ്രഹം നമ്മൾ ഇതിനകത്ത് കാണണം. ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ അല്ലാതെ നമ്മൾ ഇത് എടുക്കരുത്. ചില ആളുകൾ അപ്പനെ നോക്കണ്ട, അമ്മയെ നോക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞു എന്നതല്ല ആശയം. 10 കൽപ്പനയിലെ 5-ാമത്തെ കൽപ്പന പറയുന്നത് ടു ഓണർ ഫാദർ ആൻഡ് മദർ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ ആ വിഷയം ഊന്നൽ കൊടുത്ത് പൗലോസ് എഴുതിയിട്ടുണ്ട്. 1 തിമോത്തിയോസ് 5:8 ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? If we do not care for our own families, we are worse than unbelievers and have denied the faith. ശരിക്കും ഈ മനുഷ്യൻ ഈസ് ബാർഗൈനിങ് ഫോർ ടൈം. എൻ്റെ പപ്പ മരിച്ച് അടക്കമൊക്കെ ചെയ്തു കഴിഞ്ഞ് ഉറപ്പാണ് ഞാൻ അങ്ങേ അനുഗമിക്കും എന്നുള്ള ആശയമാണ്. അപ്പൊ കർത്താവിനെ പിൻപറ്റുന്നത് ഡിലേ ചെയ്യാനുള്ള എല്ലാ വട്ടം കൂട്ടുമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഇൻഹെറിറ്റൻസ് ആണ് എന്ന കാര്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഇത് ഞാൻ കർത്താവിന്റെ മറുപടി ഞാൻ വായിക്കാം. 60-ാം വാക്യത്തിൽ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. ഒരു പഴഞ്ചൊല്ല ഇത് കേട്ടോ, ഒരു പഴഞ്ചൊല്ല. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചെടുത്തെ എന്ന് പറഞ്ഞാല് മരിച്ചവർ ആത്മീകമായി ദൈവവുമായി ക്രിസ്തുവിലൂടെ ബന്ധമില്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള കാർമ്മിക ശുശ്രൂഷയിലാണ് അവർ ഉറ്റം കൊള്ളുന്നത്. അവർക്ക് ഇതൊക്കെയാണ് പ്രധാന വിഷയം. ദൈവരാജ്യത്തിനുള്ള വിളിയാണ് നിനക്കുള്ളത്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. അപ്പൊ സെക്യുലർ ആയിട്ടുള്ള ആളുകൾ അവർ പ്രീഓക്യുപ്പൈഡ് ആണ് ഈ സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ. അതവർക്ക് വിട്ടുകൊട്. നിന്റെ വിളി വലുതാണ്. ഗോ ആൻഡ് പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ ഈ ശിഷ്യന്റെ പ്രയോറിറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വീടിന്റെ വസ്തുവിന്റെ എത്ര ഭാഗം എനിക്ക് കിട്ടും, പിന്നെ അതെല്ലാം കൂടെ പ്ലാനിൽ അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത്, there is no scope for delay. There is an urgency in this call.
ഇത് തന്നെയല്ലേ ആ പണക്കാരനായ യൗവനക്കാരന് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈ മനുഷ്യന് നിത്യജീവൻ വേണമെന്നും പറഞ്ഞ കർത്താവിന്റെ അടുക്കൽ വന്നു. ഒടുവിൽ പുള്ളിക്ക് നിത്യജീവനും വേണ്ട, കർത്താവിനെ വേണ്ട. എന്താ? മെറ്റീരിയൽ കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ മുൻഗണന, മോർ ദാൻ സ്പിരിച്വൽ ട്രൂത്ത്സ്. ഇതാണ് ലൂക്കോസ് 8:41 മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത്. അത് ഫ്രൂട്ട്ഫുൾ ആകാതെ അതിനെ ഞെരുക്കിക്കളയുന്നു. പ്രിയപ്പെട്ടവരെ, there is a cost involved. എന്നാൽ ഇതിന് കോൺട്രാസ്റ്റായി കർത്താവ് ചിലരെ ഫോളോ മീ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒന്ന് ടാക്സ് കളക്ടർ മാത്യു, ലീവായി. ലൂക്കോസ് 5:27-28 പറയുന്നത് ഹി ലെഫ്റ്റ് എവ്രിതിങ്, ഇമ്മീഡിയറ്റ് ആയിട്ട് വിടുക. ദാറ്റ്സ് എ ഡിസൈപ്പിൾ. ഇതുപോലെ മത്തായി 4:18-20 വരെ പത്രോസും അന്ത്രയോസും, ഈ സഹോദരന്മാർ, they left. അവരുടെ ഇൻകം ഉണ്ടാകുന്ന ആ തൊഴില് കാര്യങ്ങൾ, ഈ സാധ്യതകളെല്ലാം ഒറ്റയടിക്ക് വിടുകയാണ്. മർക്കോസ് 1:19-20 യാക്കോബും യോഹന്നാനും അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെ വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടു അവനെ അനുഗമിച്ചു. അല്ലാതെ അപ്പനെ ടേക്ക് കെയർ ചെയ്യരുത്, അമ്മയെ ടേക്ക് കെയർ ചെയ്യരുത് എന്നുള്ള അർത്ഥമല്ല. മുൻഗണന റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. മുൻഗണന ഇൻഹെറിറ്റൻസ് മേടിക്കുക, അതൊന്നും അല്ല. മുൻഗണന എന്ന് പറയുന്നത് ഗോയിങ് ആഫ്റ്റർ ജീസസ് ക്രൈസ്റ്റ്, ഒബേയിങ് ഹിം എന്നുള്ളതാണ്. അതാണ് ശിഷ്യത്തിലേക്ക് വന്ന പ്രിയപ്പെട്ടവരാകുന്ന മാത്യു, പീറ്റർ, ആൻഡ്രൂ, ജെയിംസ്, ജോൺ, ഇവരൊക്കെ നമ്മുടെ മുൻപിൽ സാക്ഷികളായിട്ട് നിൽക്കുന്നു. അപ്പൊ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. അവന്റെ പ്രയോറിറ്റി യേശുവിനെ അനുഗമിക്കുന്നതല്ലായിരുന്നു. നേരിട്ട് കർത്താവ് വിളിച്ചു. ഒരുപാട് ഉപാധികൾ പറഞ്ഞു മാറി. നേരിട്ട് വിളിച്ചവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Maybe possibly through a dream, maybe possibly through a prophet, maybe as you were reading the word of God, the Lord spoke to your heart. Maybe in some preaching or teaching ministry, the Lord was speaking to your heart. നമ്മൾ ആ ശബ്ദത്തെ എങ്ങനെയാണ് ഒതുക്കിയത്, അല്ലേ? ഇച്ചിരി കഴിയട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നാ തോന്നുന്നു. ഈ വിദേശത്തൊക്കെ ചിലര് ദൈവവിളിയുള്ളവർ പോവും. ദൈവവിളിയുള്ളവർ പോയി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചു കൊടുക്കും. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ഒരു മോശം തൊഴിലൊന്നുമല്ല. പക്ഷെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? സുവിശേഷ വേലയ്ക്ക് പോകാൻ. ഈ വിളി, അനുഗമനത്തിലുള്ള വിളി, നമുക്ക് എല്ലാവർക്കും ഉള്ള വിളിയാണ്. ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നവന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ബ്രാക്കറ്റ് പീരീഡ് 5 വർഷം ഞാനിവിടെ നിന്ന്, കാരണം ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കുന്നില്ല. 5 വർഷം, അല്ലെ ചിലർക്ക് 10 വർഷം നിന്ന് ഞാൻ മാന്യമായി പൈസ ഉണ്ടാക്കി വന്ന് സുവിശേഷ വേല ചെയ്യും. സാറേ, 5 അല്ല 50 വർഷം നിന്നാലും വരില്ല. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഞാൻ ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അനുഗമനത്തിന് നമുക്കെല്ലാം വിളിയാ, പക്ഷെ അനുഗമിക്കണമെങ്കിൽ വില കൊടുത്തേ നോക്കൂ. കിട്ടേണ്ട ഓഹരി ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. സ്തോത്രം. തിങ്ക് അബൌട്ട് ദ കോസ്റ്റ്. കർത്താവ് ആരെയും ധൃതിയായിട്ട് ഇമോഷണലി ചാർജാക്കി ആരെയും കർത്താവിനെ അനുഗമിക്കാനായിട്ട് സ്വാധീനിക്കുന്നില്ല. ഹീസ് spelling out the cost.
There is cost involved in following Christ. Again ഞാൻ പറയാം, ആത്മരക്ഷ സൗജന്യമാണ്. രക്ഷിക്കപ്പെട്ട് ശിഷ്യത്വ പാതയിൽ നടക്കുന്നവന് ഇറ്റ് കോസ്റ്റ് ഹിം എവറിത്തിങ്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുക. എവറിത്തിങ് എന്നുള്ളത് തന്നെ കർത്താവ് ഒരവസരത്തിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ തേർഡ് പേഴ്സൺ, 61 വാക്യം. മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. ഈ പുള്ളി ആദ്യത്തെ പുള്ളിയുടെ കൂട്ട് വോളണ്ടിയർ, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷെ ഈ പുള്ളിക്ക് ഒരു ആദ്യ പരിപാടിയുണ്ട്. ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ എല്ലാം ഈ പ്രയോറിറ്റിയാണ് വിഷയം. പുള്ളിക്ക് അങ്ങ് റിവൈവൽ മൂഡാ. I am willing to follow you, but first is not you. First and a family. I like to go and bid goodbye. അതാണ് ഇവിടെ കർത്താവിന്റെ മറുപടി. യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സീന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് കണ്ടേ. ഈ മനുഷ്യൻ കർത്താവ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്നൊക്കെ പറഞ്ഞത് കേട്ടയാളായിരിക്കാം. ആ ആള് ശക്തമായി മുന്നോട്ട് വന്ന് ധൈര്യമായിട്ട് അനുഗമിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കർത്താവിന് കൊടുക്കുകയാണ്. മറ്റേ മനുഷ്യനെ പോലെ പപ്പ മരിച്ചിട്ട് പിന്നിറങ്ങാമെന്നൊന്നുമല്ല. പുള്ളിക്ക് അങ്ങനൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങാം. പക്ഷേ ഒറ്റ കാര്യം, ഞാൻ ജസ്റ്റ് ഗുഡ് ബൈ ചെയ്തോ. അവര് മരിക്കാനൊന്നും നിൽക്കൊന്നുമല്ല. ബായ്. ഇത് അദ്ദേഹത്തിന് വേണ്ട. ജസ്റ്റ് സേ ഗുഡ് ബൈ. ഈ മനുഷ്യനും പൂർണ്ണ ഹൃദയത്തോടെ അല്ല എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും അതുപോലെ നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഇതിനോടകം ചിന്തിച്ചിട്ടുള്ളതാണ്. കർത്താവിന് ഈ ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ അല്ല, എല്ലാവരുടെയും ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ അറിയാം. ശരിക്കും ഈ നിരൂപണങ്ങൾക്കനുസരിച്ചാണ് ഈ മറുപടി വരുന്നത്. ആ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഹൃദയത്തിനകത്തെ അവരുടെ പ്ലാൻ, പദ്ധതിക്കനുസരിച്ചാണ് കർത്താവ് അവർക്ക് മറുപടി കൊടുക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഈ മനുഷ്യന്റെ ഹൃദയം കർത്താവ് മനസ്സിലാക്കി. ബാഹ്യമായിട്ട് വളരെ സിൻസിയറാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരു ഭിന്നിച്ച ഹൃദയമാണ്, എ ഡിവൈഡഡ് ഹാർട്ട്. കർത്താവിനെ അനുഗമിക്കണം, പക്ഷെ നമ്മുടെ ബന്ധക്കാരൊക്കെ ഇല്ലേ? ആ ഒരു വലിയ കുടുംബത്തിലെ ആളാണ്. പാപ്പന്മാരും അന്മാച്ചന്മാരും സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും. ചുമ്മാ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കൂട്ടൊന്നും അല്ല കേട്ടോ, വലിയ കുടുംബമാണ്. ഇത്രയും കുടുംബപ്പൊങ്ങച്ചം പറയുന്ന നമ്മുടെ സമൂഹം പോലെ വേറൊരു സമൂഹം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? പലപ്പോഴും ഈ കുടുംബ ശ്രേഷ്ഠത എന്ന് നമ്മൾ ചിന്തിക്കുന്ന ശ്രേഷ്ഠതകൾ ഇതൊക്കെയാണ് കർത്താവിനെ അനുഗമിക്കാൻ വലിയ പുരോഹിതന്മാരും ഒക്കെ ഉള്ള ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഈ സംഗതിയൊക്കെ ശരിയാ, നമ്മളങ്ങനൊന്നും ബ്രദറെ അങ്ങനൊന്നും നിങ്ങൾ ഈ പറയുന്ന പോലെ. നിങ്ങൾ ആരാണ്? വലിയ പുള്ളികളാണ്. അങ്ങനെ ആരെങ്കിലും വലിയ പുള്ളികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ അനുഗമിക്കാൻ നമുക്ക് വിളി കിട്ടിയല്ലോ എന്ന് ഓർത്ത് humble yourself. സ്തോത്രം. അങ്ങനെ കർത്താവിനെ അനുഗമിക്കാൻ വയ്യാത്തതുപോലെ വലിയ കുടുംബമാണെങ്കിൽ അത് വിടുന്നതാ നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. കാരണം അതുപോലെ വലുതാണ്. വി കനോട്ട് ഫോളോ ക്രൈസ്റ്റ്
Who is Christ? He is the Son of God. നിത്യജീവന്റെ ഉറവയാണ് അവിടുന്ന്. He is the one who paid the price. But I cannot follow him because I come from such a big family. Brother, it's better you quit that and find eternal life in Christ. അപ്പൊ ഈ മനുഷ്യൻ ഈ ഒരൊറ്റ കാര്യമുള്ളൂ. ഇനിയും ഇതിനെ ഒരു വചന സപ്പോർട്ട് വേണേൽ കൊടുക്കാം. വചന സപ്പോർട്ട്. അല്ല, പുള്ളി അങ്ങനെ ഇതൊക്കെ ന്യായമായ കാര്യമല്ലേ? വചനത്തിനകത്ത് സപ്പോർട്ടുണ്ടോ? പിന്നെ 1 രാജാക്കന്മാർ 19 അധ്യായം 20 വാക്യം. ഏലിയാവിന്റെ പുതപ്പ് വീഴുന്ന എലീശ ചോദിക്കുന്നുണ്ട്, എല്ലാരോടും ഒന്ന് ഗുഡ് ബൈ പറയട്ടെ എന്ന്. അപ്പനെ അമ്മയൊക്കെ ഒന്ന് ഗുഡ് ബൈ ചുംബിച്ചോട്ടെ എന്ന്. അങ്ങനെ എലീശ പോയെന്നാ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് പോയിക്കൂടെ? കർത്താവ് അനുവദിച്ചുകൂടെ? പക്ഷെ കർത്താവ് പറയുന്ന മറുപടി എന്താ? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഞാൻ ചിന്തിക്കുകയാണ്, ഈ കലപ്പയ്ക്ക് കൈവച്ച ശേഷം എന്നൊക്കെ പറഞ്ഞാൽ ഇനി കർത്താവിന്റെ മനസ്സിലും ഈ എലീശയുടെ ഒക്കെ രംഗമായിരുന്നോ എന്ന്. കാരണം അങ്ങനെ നിന്ന സമയത്തായി പുതപ്പ് വീഴുന്നത്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എലീശ ചെന്ന് ചെയ്തതെന്താ? കലപ്പ തീയിട്ടു, മൃഗത്തെ എല്ലാം കണ്ടിച്ച് യാഗമാക്കി എന്ന് പറഞ്ഞ ബേൺ ദ ബ്രിഡ്ജ്. എനിക്ക് തിരിച്ചു വരാൻ ഒക്കത്തില്ല. ഈ സമർപ്പണമായിരുന്നു. അല്ലാതെ അത് കണ്ടുകൊണ്ട് ഇതിനെ നമ്മള് അയ്യോ പുള്ളിക്കൊരവസരം ഇല്ലേ എന്ന് ചിന്തിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പൊ ഇവിടെയും കർത്താവ് ഒരു കാർഷിക മേഖലയിൽ നിന്ന്, ഇതൊരു പഴഞ്ചൊല്ല, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവരാരും. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന പറയാം, അത് ഇറ്റ് ഷോസ് ദ ഫോക്കസ്. നിങ്ങൾ ഇപ്പം മറ്റൊരു വിദേശ രാജ്യത്താണ്, പണ്ട് കാലത്തെങ്ങാനും കേരളത്തിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർഷകനെയും കലപ്പയും പിന്നെ ഉഴുന്ന കാര്യമൊക്കെ വല്ല ഓർമ്മയിലുണ്ടോ? അതിപ്പോ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പിള്ളേർക്കില്ല. ഇവിടുത്തെ പിള്ളേരോട് കലപ്പ എന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷിൽ എന്നോട് ചോദിച്ചു, വാട്ട് കലപ്പ? സ്തോത്രം. കാലം മാറിപ്പോയില്ലേ? അപ്പൊ ഈ കലപ്പ പിടിച്ച് ഇങ്ങനെ മൃഗം നടന്നു ഇത് ഉഴുമ്പഴേ നേരെ നോക്കണം. ദൂരത്തോട്ട് നേരെ നോക്കിയെങ്കിലേ ഇത് സ്ട്രെയിറ്റിൽ ഉഴാൻ നോക്കൂ. ഈ കലപ്പയ്ക്ക് കൈവച്ച ഒരു കർഷകൻ ഉഴുന്ന സമയത്ത് പുറമോട്ട് നോക്കിയാ ഉഴുന്നതെങ്കിൽ വല്ലാത്ത പ്രശ്നമുണ്ടാകും. മനസ്സിലായോ? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറമോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. അനുഗമിക്കാൻ തീരുമാനമെടുത്തോ? Are you ready to go the narrow way? ഇടയ്ക്കിടയ്ക്ക് അല്ല, അവര് ഉപ്പാപ്പൻ അങ്ങനെ പറഞ്ഞു, അമ്മാച്ചൻ ഞങ്ങളുടെ പള്ളിക്കാരില്ല. ഓ നോ, വിടേണ്ടത് വിട്ടു. യേശുവിനെ നോക്കിക്കോണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശു. And go forward in the power of the Holy Spirit. വില കൊടുക്കണം. അപ്പൊ കർത്താവ് ഇവിടെ അവന്റെ ഹൃദയം അറിഞ്ഞാണ് അവന്റെ ഈ ആഗ്രഹം റിജക്റ്റ് ചെയ്യുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് തൻ്റെ പിന്നാലെ വരുന്നവരെല്ലാം കൃത്യമായി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കണം. They must be focused. അല്ലാതെ ഒരു കാല ലോകത്തിൽ മറ്റേ കാല ദൈവരാജ്യത്തിൽ എന്ന നിലയിൽ കർത്താവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല. ഞാൻ പിന്നെ ഒരു ചിന്ത വെച്ചിട്ടങ്ങ് പോവാ. അവിടെ എഴുതിയിട്ടില്ല, ഒരു വ്യാഖ്യാനം. എന്താ ബ്രദറിന് ഇപ്പൊ അത്യാവശ്യമായിട്ട് അവരോടെല്ലാം ഗുഡ് ബൈ പറയണമെന്ന്? മുന്നോട്ട് പോകും ബ്രദറെ.
ഇല്ല. പോകുന്ന എങ്ങോട്ടാന്ന് അറിഞ്ഞുകൂടാ. സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. എപ്പോ തിരിച്ചു അറിഞ്ഞുകൂടാ. ഞാനവിടെ ചെന്ന് എൻ്റെ ആ സാക്ഷ്യമൊക്കെ പറഞ്ഞു. ഈ പോകുന്ന സ്ഥലത്തേക്കുള്ള ഒരു എന്താ അതിന് പറയുന്നത്, ഒരു മിഷൻ ട്രിപ്പ് ആഹ്വാനം കൊടുത്ത ആളുകളുടെ എല്ലാം ഒരു കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചാൽ തെറ്റുമല്ലോ ഉണ്ടോ? എന്താ ഇദ്ദേഹത്തിന്റെ ചിന്ത എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്ക് അവസാനം എല്ലാവരെയും ഒന്ന് കാണണം. മോർ ദാൻ ജീസസ്, he gives priority to his relationships. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ലൂക്ക് 9 നമ്മൾ ഏകദേശം അത് ബ്രീഫായിട്ട്, നോട്ട് വെരി വളരെ എക്സ്റ്റെൻസീവായിട്ടൊന്നും ആണെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. നമ്മൾ ആ ശിഷ്യത്വ പാഠത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. നിങ്ങൾ എത്ര പേര് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ധ്യാനിക്കാം. എന്നിട്ട് അറിവിൻ്റെ മേഖലയിൽ മാത്രം നിൽക്കരുത്. ലെറ്റ് അസ് അണ്ടർസ്റ്റാൻഡ് ദ കോസ്റ്റ്. സന്തോഷത്തോടെ, മുഴുഹൃദയത്തോടെ, വില കൊടുത്ത് കർത്താവിനെ അനുഗമിക്കാൻ നമുക്ക് കർത്തൃക്കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ഞാനൊരു കാര്യം പറയാം. ഹ്യൂമൻലി ഡിഫിക്കൽട്ട് എന്നല്ല, ഇറ്റ്സ് ഇംപോസിബിൾ. God will give us grace. He has given us His Spirit, brothers and sisters. നമ്മൾ ആരും മിടുക്കരല്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ കാര്യം അറിയാം. ഞാൻ ഈ മിടുക്കിലും അറിവിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ കുറവുള്ളയാളാണ്. He will give us grace. Let us humble ourselves and follow Christ. God bless you.